ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോകും. ദൈവദൃഷ്ടോത്രം. ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഒരു ദൈവത്തിന്റെ പൈതലിനെ അത്ഭുതകരമായി ദൈവം പരിപാലിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യും. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവം അവിടങ്ങളായി നമ്മെ പരിപാലിക്കുന്നു. അതിനായി സ്തോത്രം. രാവിലെ 5 മണി മുതലുള്ള ഞങ്ങളുടെ ഒരു സൂം മീറ്റിങ്ങിൽ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും വിദേശ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും UK നിന്നും അയർലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഒക്കെ സംബന്ധിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. ആ മീറ്റിംഗ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഉണ്ട്, 5 മണി മുതൽ 6 വരെ. അങ്ങനെ പല രാജ്യങ്ങളിലുള്ള ദൈവമക്കളുമായി ഒരുമിച്ച് സംബന്ധിപ്പാൻ കൃപ നൽകിയോട് സ്തോത്രം. വളരെ സുപരിതമായ ഒരു വേദഭാഗമാണ് വായിച്ചത്. ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും വിടുവിക്കാൻ ദൈവശക്തനാണ്. 18 വർഷം ഒരു സഹോദരി കൂനിയായി. 18 വർഷം കൂനിയായി. ഈ ആയുഷിന്റെ നല്ലൊരു ഭാഗം കൂനിയായി പോയി. കുനിയായെങ്കിൽ പോലും ഒറ്റ ആരാധന അവർ മുടക്കിയിട്ടില്ല. എല്ലാ ശബത്തിലും വരുമായിരുന്നു. അങ്ങനെ യേശു ശബത്തിൽ പള്ളിയിൽ ചെന്നപ്പോൾ ഈ ദൈവദാസി അവിടെ വന്നിട്ടുണ്ട്. അവരുടെ പേര് എനിക്കറിയില്ല, മോളമ്മയെന്നാണോ സൂസി എന്നാണോ പൊന്നമ്മയെന്നാണോ എന്നറിയത്തില്ല. ഏതായാലും അവരെ സഭക്കാരും വിശ്വാസിയും വിളിക്കുന്ന പേരുണ്ട് കൂനിയമ്മച്ചി. കൊച്ചുപിള്ളേരെ വിളിച്ച് കൂനി ആൻറ്റി എന്ന് വിളിച്ച് കാണും. കുറച്ച് പ്രായമുള്ളവർ കൂനി സഹോദരനെ വിളിച്ച് കാണും. കൂനി അമ്മാമ്മയെന്ന് വിളിച്ച് കാണും. കൂനി കൊച്ചമ്മയെന്ന് വിളിച്ച് കാണും. അവരുടെ ജനനത്തുകൾ അവൾ കൂനിയായതല്ല, അവർ തന്നെ കൂനിയാക്കപ്പെട്ടതുമല്ല. ചില പോരാട്ടത്താൽ കൂനിയായി പോയതാണ്. ദൈവദൃഷ്ടം. ജീവിതത്തിലെ ചില മേഖലകളിൽ ചില സാഹചര്യങ്ങളിൽ പൈശാചിക ബന്ധനത്താൽ ഒരു പക്ഷേ നാം കൂനിയായി പോയേക്കാം. അപ്പോൾ ഒരു പേരിട്ടിട്ടുണ്ട്, കൂനിയമ്മച്ചി. പലപ്പോഴും ശത്രു നമ്മുടെ മേലിടുന്ന ചില പേരുകളുണ്ട്. ദൈവവൈതലായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ, വിടുതൽ പ്രാപിച്ചു പോകുമ്പോൾ തന്നെ അതിന് വിരോധമായി ഇട്ടിരിക്കുന്ന ചില പേരുകളുണ്ട്. സ്തോത്രം. ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ ആളുകൾ തിരിഞ്ഞു നോക്കും, കൂനിയമ്മച്ചി വന്നിട്ടുണ്ടോ, കൂനി ആൻറ്റി വരുന്നു, കൂനി അമ്മാവ് വരുന്നു. അവരുടെ പേര് അങ്ങനെ ആയി കാണാം. എന്നാൽ അവൾ അനുഭവിച്ച വേദന സ്വർഗത്തിലെ ദൈവം അറിഞ്ഞു. കഴിഞ്ഞ 18 വർഷം കൂനിയായിരുന്നു എങ്കിലും ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു ദിവസം ഉണ്ടായിരുന്നു. എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഏത് വലിയ ക്ലേശമുണ്ടെങ്കിലും വിടുവിക്കാൻ കർത്താവ് ശക്തനാണ്. യോബിന്റെ പുസ്തകം 33-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ അസ്ഥികളിൽ വല്ലാത്ത പോരാട്ടമുണ്ട്. അപ്പോൾ പോരാട്ടം എന്ന് പറയുമ്പോൾ പൈശാചിക ആഭിചാരം, മന്ത്രശുദ്രം, ജ്യോതിഷം, മന്ത്രവാദം, വെല്ലുവിളി ഇത് മാത്രമല്ല, അസ്ഥികളിലുള്ള പോരാട്ടമുണ്ട്. എന്ന് പറഞ്ഞാൽ അസ്ഥികളെ തുളച്ചു കയറുന്ന വേദന, കിടന്നാൽ ഉറക്കം വരാത്ത സമയങ്ങൾ, തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന അവസരം. ഈ ബാമൊക്കെ തീയിട്ട് ഒന്ന് തിരുമ്പി നോക്കിയാൽ അല്പം ആശ്വാസം ഉണ്ടെങ്കിലും പിന്നെയും എല്ല് തുളച്ചു കയറുന്ന ചില വേദന, ശരീരത്തെ അലട്ടി മരുന്ന് കഴിച്ചിട്ടും മാറാതെ ഭാരപ്പെടുന്ന ചില പോരാട്ടങ്ങൾ. അസ്ഥി പ്രധാനപ്പെട്ട ശരീരത്തിന്റെ ഭാഗമാണ്. അസ്ഥിക്ക് കേട് വന്നാൽ പിടിച്ചു നിൽക്കാൻ ഒക്കെയില്ല. ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ പോലും അത് നീരും വേദനയായി ഭാരപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് പലപ്പോഴും അസ്ഥികളിൽ പോരാടുന്ന ഒരു പോരാട്ടമുണ്ട്. ഇന്ന് ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥികളിൽ വ്യാപരിക്കുന്ന ആ പോരാട്ടത്തിന് മേൽ ഒരു ജയം തരാൻ ദൈവ വിശ്വാസമാണ്. ദൈവദൃഷ്ടം. എല്ലാ രോഗവും രോഗമല്ല. യോബിന്റെ പുസ്തകം 33-ാം അധ്യായം 19-ാം വാക്യം വായിച്ചു. തന്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു. അവന്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട്. ശരീരത്തിന് സ്വസ്ഥതയില്ല, അസ്ഥികളെ വേദനിപ്പിക്കുക. 18 വർഷമായി സ്ത്രീയെ കൂനിയാക്കി അസ്ഥി വളച്ചു കളഞ്ഞു. അസ്ഥിമേലുള്ളൊരു പോരാട്ടം. ആ അസ്ഥിമേലുള്ള പോരാട്ടത്തെ മരുന്നുകൊണ്ട് മാറത്തില്ല. ആ പോരാട്ടം അഴിക്കാനാണ് യേശു വന്നത്. അപ്പോൾ ഈ സ്ത്രീയുടെ
അസ്ഥിമേലായിരുന്നു പോരാട്ടം. 18 വർഷം അവളെ കൂനിയാക്കി മാറ്റി, അസ്ഥി വളച്ചു കളഞ്ഞു. അപ്പൊ യോ പറയുന്നത് അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും കാല് നിലത്ത് കുത്താൻ കഴിയാതെ, കുറച്ചു നേരം നിൽക്കാൻ കഴിയാതെ അലട്ടുന്ന ചില അസ്ഥിയുടെ വേദനകൾ, ഉപ്പൂറ്റിയുടെ വേദനകൾ, ആമേൻ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, അസഹ്യപ്പെടുത്തുന്ന ചില രോഗബന്ധനങ്ങൾ, പോരാട്ടങ്ങൾ, ഇന്ന് ഈ യോഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചില വിടുതൽ അയക്കാൻ പോകുകയാണ്. അസ്ഥികളിലുള്ള പോരാട്ടം. ദൈവദൃഷ്ടം അത് 18 വർഷം ഇവർ രോഗം വഹിച്ചുകൊണ്ട് നടക്കുക, കൂലിയായിപ്പോയി. ഒന്നുകൂടെ പറഞ്ഞാൽ ചില വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, ജോലി വിഷയങ്ങൾ, ഭാരങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ, വിടുതലില്ലാത്ത വിഷയങ്ങൾ നമ്മളെ ഒരു പരിധി വരെ കൂനിയാക്കി മാറ്റാം, കുനിച്ചു കളയാം. എന്നാൽ ഈ രാവിലെ ഉച്ച സമയത്ത് ഏത് കൂനായാലും ദൈവം വിടുവിക്കാൻ ശക്തനാണ്. സങ്കീർത്തനക്കാരൻ 146 പറയുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. ജീവിതത്തിൽ കുനിച്ചു കളയാൻ, പരാജയപ്പെടുത്താൻ, തല ഉയരാതിരിക്കാൻ ശത്രു ശ്രമിക്കുക. 3-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. 2025 അവസാനമായപ്പോൾ തല കുനിച്ചു കളയാൻ, തല പൊക്കാതിരിപ്പാൻ, പ്രാർത്ഥിച്ച വിഷയത്തിൽ മറുപടി ഇല്ലാതിരിക്കാൻ, ആക്ഷേപിക്കാൻ, പിശാച് പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലല്ലോ എന്ന് ചോദിക്കാൻ വാത് കെട്ട് നിൽക്കുമ്പോൾ ഇന്ന് പകലത്തെ ദൂത് അവൻ തല ഉയർത്തുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമായി തല കുനിയാനല്ല, ദൈവം തല ഉയർത്തുന്ന ദൈവമാണ്. ഒന്നാമതായി പിശാച് എഴുതിയ രേഖകൾ, ശത്രു ഒഴിക്കുന്ന തന്ത്രങ്ങൾ, ആരോഗ്യത്തെ, അസ്ഥിയെ, ഭാവിയെ വളച്ചു കളയുന്ന ചില പോരാട്ടങ്ങളുടെ മേൽ ദൈവം ജയം തരാൻ പോകുന്നത്. ദൈവദൃഷ്ടോത്രം. നീണ്ട വർഷങ്ങൾ കർത്താവിന് വേല ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട സക്കറിയാവും എലിസബത്തും രണ്ടുപേരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരുമായിരുന്നു. രണ്ടുപേരും ഒരുപോലെയായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ചിലടത്ത് ഭർത്താവ് നല്ലപോലെ തീപ്പഴി പോലെ ആരാധിക്കും, നല്ല ഉന്മേഷവും ഉഷാറും ആരാധനയും കൈയടി അന്യഭാഷയും. ഭാര്യയ്ക്ക് അന്യഭാഷയും വേണ്ട, അഭിഷേകം വേണ്ട, ദൂതും വേണ്ട, അത് കൈ കെട്ടിയിരിക്കും. ചില വീട്ടിൽ ഭാര്യമാർ നല്ല തീപ്പഴി ആരാധന, പ്രാർത്ഥന, പാട്ട് ആരാധന, ഭർത്താക്കന്മാർ അന്തം വിട്ട പോലെ കൈ കെട്ടി. അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആരാധിച്ചാൽ ചില വിടുതല. അപ്പൊ ഓരോന്നിനെ ബന്ധിച്ചു നോക്കും. ഭാര്യ ആരാധിച്ചാൽ ഭർത്താവിനെ കെട്ടിയിടും, ഭർത്താവ് ആരാധിച്ചാൽ ഭാര്യയെ കെട്ടിയിടും. ഒരുമിച്ച് ആരാധിച്ചാൽ ആ കുടുംബത്തിൽ വിടുതല, ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ആ കുടുംബത്തിൽ വിടുതല. അങ്ങനെ പോരാട്ടങ്ങളെ ഉണ്ട്. ഇവിടെ വായിക്കുന്നത് ഇരുവരും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും നന്നായി നടക്കുന്നവരുമായിരുന്നു. പക്ഷേ വർഷങ്ങളായി അവർക്ക് തലമുറയില്ല, ഒരു ഭാരത്താൽ ഞരങ്ങുകയാണ്. ദൈവദൃഷ്ടോത്രം. എന്നാൽ കൂറിന്റെ ക്രമപ്രകാരം നറുക്ക് വീണപ്പോൾ അവര് ധൂപം കാട്ടാൻ ചെന്നപ്പോൾ ദൂതൻ ഇറങ്ങി സക്കറിയാവിനോട് ദൈവം ഇടപെട്ടു. എലിസബത്തിനെ കുറിച്ച് നാട്ടുകാർ പറഞ്ഞത്, എലിസബത്തിനെ വിളിക്കുന്നത് മച്ചി എന്നാണ്. നിന്ദിക്കപ്പെട്ട ഒരു പേര്, വിടലില്ലാത്തൊരു പേര്. ആളുകൾ പറയും നമ്മുടെ പാസ്റ്റർ ഭാര്യ, നമ്മുടെ അമ്മാമ്മ, നമ്മുടെ പുരോഹിതന്റെ ഭാര്യ മച്ചിയ. ഈ കേൾക്കുമ്പോൾ അവിടെ ഹൃദയം പൊട്ടിക്കാറും. പരസ്യമായും രഹസ്യമായും ചില പേര് ചില ശത്രു അടിച്ചിരിക്കുക, ആയുസ് വിടുതലില്ല എന്ന് പറഞ്ഞൊരു പേരടിച്ച് ഒതുക്കുമ്പോൾ ഇന്ന് രാത്രി പറയാം, നാം വായിക്കുന്ന ഇങ്ങനെയാണ്, മച്ചി എന്ന് പറഞ്ഞവർക്ക് 6-ാം മാസം. അപ്പോൾ ചില ബന്ധനങ്ങളെ ഇന്ന് ദൈവം അഴിക്കാൻ പോകുകയാണ്. ശത്രു എഴുതിയ രേഖകളെ അഴിച്ചു മാറ്റാൻ പോകുകയാണ്. യോ പറയുന്നത്, എൻ്റെ പ്രതിയോഗി എഴുതിയ രേഖ, ആമേ, വിരോധമായി എഴുതിയ രേഖ, രാപ്പകൽ പോരാടിയ രേഖ, നിന്ദിച്ച രേഖ, പരിഹസിച്ച രേഖ ദൈവാത്മാവ് അഴിച്ചുവിട്ട് ദൈവം ആരാണെന്ന് തെളിയിച്ചെങ്കിൽ ചില രേഖകൾ, പോരാട്ടങ്ങൾ, ആരോപണങ്ങൾ, വെല്ലുവിളികൾ, രക്ഷപ്പെടത്തില്ല, ജോലി കിട്ടത്തില്ല, മാന്യത വരത്തില്ല, കടം മാറത്തില്ല, തലമുറ വിടുവിക്കപ്പെടുകയില്ല, വാഗ്ദത്തം കിട്ടത്തില്ല എന്ന് പറഞ്ഞ് പിശാച് എഴുതിയ ചില രേഖകളുണ്ട്. ഇന്ന് രാത്രി യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ രേഖകളെ ദൈവം അഴിച്ചു മാറ്റാൻ പോകുകയാണ്.
യേശുവിന്റെ നാമത്തിൽ ചില രേഖകൾ അഴിഞ്ഞു മാറട്ടെ, പോരുകൾ അഴിഞ്ഞു മാറട്ടെ. ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. ഇയ്യോബിന്റെ പുസ്തകം 7-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. മർത്യന് ഭൂമിയിൽ യുദ്ധസേവയില്ലയോ? അവന്റെ ജീവകാലം കൂലിക്കാരന്റെ ജീവകാലം പോലെ തന്നെ. വേലക്കാരൻ നിഴൽ വാഞ്ചിക്കുന്നത് പോലെയും കൂലിക്കാരൻ കൂലിക്ക് കാത്തിരിക്കുന്നത് പോലെയും വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു. ആ ഭാഗം മാത്രം വ്യർത്ഥമാസങ്ങൾ എനിക്ക് അവകാശമായി വന്നു. വ്യർത്ഥമാസങ്ങൾ. ചില മാസം പറഞ്ഞില്ലേ, എന്റെ ഇത്ര 2 കൊല്ലം പോയി, എന്റെ മാസ്റ്റർ എന്റെ 6 മാസം പോയി. ജോലി കിട്ടുമെന്ന് കാത്തിരുന്നതാ, വഴി തുറക്കുമെന്ന് കാത്തിരുന്നതാ, 1 കൊല്ലം വെറുതെ പോയി. വാഗ്ദത്തം കാത്തിരുന്നതാ, ഭാവിയുടെ 6 മാസം പോയി. ജൂണിൽ വിടുതലാന്ന് പറഞ്ഞു, പഴയ ജൂണ് പോയി. സെപ്റ്റംബറിൽ വിടുതലാന്ന് പറഞ്ഞു, പോയി. ശൂന്യമായ കുറെ മാസങ്ങൾ, വിടുതൽ പ്രാപിക്കാത്ത മാസങ്ങൾ, പാഴായിപ്പോയ മാസങ്ങൾ. ഓർത്ത് വ്യാകുലപ്പെടേണ്ട. യോബ് പറയുന്നത്, ഇനി പാഴായിപ്പോയ, ശൂന്യമായി പോയ, വിടുതലില്ലാതെ പോയ ചില മാസങ്ങൾ, വ്യർത്ഥമാസങ്ങൾ എനിക്കുണ്ട്. പക്ഷേ വ്യർത്ഥമാസങ്ങളെ അനുഗ്രഹത്തിന്റെ മാസമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്നറിയണം. ജീവിതത്തിൽ വിടുതലില്ലാതെ, ആഗ്രഹിച്ചിട്ട് മറുപടിയില്ലാതെ, രോഗിയാക്കി, ബലഹീനമാക്കി, നടക്കാൻ കഴിയാതെ, മാറി മാറി അസുഖമാക്കി, ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് ബന്ധിച്ച് ചില വ്യർത്ഥമാസങ്ങൾ ജീവിതത്തിൽ വന്നെന്ന് വരാം. എന്നാൽ ദൈവം അത് അനുഗ്രഹത്തിന്റെ മാസമാക്കി മാറ്റാൻ പോകുകയാണ്. ആമേൻ. ഭാരപ്പെട്ട വ്യർത്ഥമാസങ്ങൾ, അത് യോബ് പറയുന്നു, ചില വ്യർത്ഥമാസങ്ങൾ, പരാജയത്തിന്റെ മാസങ്ങൾ, വിടുതലില്ലാത്ത മാസങ്ങൾ. പ്രാർത്ഥിച്ച് മറുപടി ഉണ്ടെന്ന് പറഞ്ഞതാണ്, ദൂത് വെളിപ്പെട്ടതാണ്. പക്ഷേ അതെല്ലാം മാറി മറഞ്ഞു പോയ അനുഭവങ്ങളുണ്ടെങ്കിലും ദൈവം പ്രവർത്തിപ്പാൻ സാധിച്ചു. ദൈവത്തിന് സ്തോത്രം. എലീശാ പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞു. ആമേൻ. യഹോശാഫാത്തും കൂട്ടരും മൃഗങ്ങളുമായി യുദ്ധത്തിന് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വെള്ളമില്ല. പ്രവാചകനോട് ചോദിച്ചു, ഇവിടെ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടോ? ദൈവദാസൻ പറഞ്ഞു, കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, നിങ്ങൾ കുഴിക്കുന്ന കുഴി വെള്ളം കൊണ്ട് നിറയും. ഒരു വിടുതലിന്റെ, ഒരു നിറവിന്റെ ആഴം വെളിപ്പെടാൻ പോകുകയാണ്. ഈ ദിവസങ്ങളിൽ കുഴിക്കുന്ന കുഴി ഒരു അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ആഴത്തിൽ എത്ര കുഴിക്കാൻ കഴിയുമോ അത്രയും നിറയും. 1 കോല് കുഴിച്ചാൽ 1 കോല് വെള്ളം, 2 കോല് കുഴിച്ചാൽ 2 കോല് വെള്ളം, 5 കോല് കുഴിച്ചാൽ 5 കോല് വെള്ളം. വിശ്വാസത്തിന്റെ ആഴമനുസരിച്ച് ഒരു വിടുതൽ വെളിപ്പെടാൻ പോകുകയാണ്. 2000 ആമേൻ ബ്ലസി ഫിജു ദൈവാത്മാവ് പറയുന്നു, 2026 ചില അനുഗ്രഹത്തിന്റെ വർഷമാണ്. കുഴിച്ച ചില കുഴികൾ, ഉപവസിച്ച ഉപവാസങ്ങൾ, വ്യർത്ഥമാസങ്ങൾ ജീവിതത്തിൽ വന്നത് അനുഗ്രഹത്തിന്റെ മാസമായി, കൊയ്ത്തിന്റെ മാസമായി, നിറവിന്റെ മാസമായി, നന്മയുടെ മാസമായി, വാഗ്ദത്തത്തിന്റെ മാസമായി. ആമേൻ. ദൈവത്തെ പാടി ആരാധിക്കത്തക്ക, ദൈവം എനിക്ക് വലിയവ ചെയ്തെന്ന് പറയത്തക്ക ആത്മീയ ഭൗതിക കുടുംബതലങ്ങളിൽ വ്യത്യസ്തമായ അനുഗ്രഹത്തിന്റെ ഉറവയുടെ ജയത്തിന്റെ വർഷമാണ്. 2026 6-ാം മാസം ഒരു പ്രത്യേക ദൈവപ്രവൃത്തി ദൈവാത്മാ വായിക്കാൻ പോകുകയാണ്. കണ്ണുനീരിന്, പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നും ദൈവം എന്റെ പ്രാർത്ഥന കേട്ടെന്നും അവളെ പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് ദൈവ നന്മയ്ക്കായി ഒരു അടയാളം തരും. 86-ാം സംഗീതത്തിലെ വാക്യമാണ്. പകയ്ക്കുന്നവർ കണ്ടു ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്ക് ഒരു അടയാളം ദൈവം തരും. ഒരു അടയാളത്തിന്റെ വർഷമാണ്, ഒരു അനുഭവത്തിന്റെ വർഷമാണ്, ഒരു മാന്യതയുടെ വർഷമാണ്, ഒരു ജയത്തിന്റെ വർഷമാണ്, ഒരു കൊടി ഉയരുന്ന വർഷമാണ്. അനാമാനവസിയ കൊടി താത്തിക്കെട്ടാൻ, പരാജയമെന്ന് പറയാൻ, വിജയമില്ലെന്ന് പറയാൻ, ഇത്രയും പ്രാർത്ഥനയുടെ ഉത്തരമില്ലെന്ന് പറയാൻ പിശാച് കാത്തിരുന്ന് യുദ്ധം ചെയ്തപ്പോൾ ആത്മാവ് പറയുന്നു, മോശ താഴെ ഇറങ്ങി വന്ന് ഒരു യാഗപീഠം പണിതു. അത് യഹോവ നിസി എന്ന് പേരിട്ടു. യഹോവ എന്റെ കൊടി എന്നാണ്. ഈ ദിവസങ്ങളിൽ കൊടി ഉയരും. കൊടി താഴ്ത്തിക്കെട്ടി, കറുത്ത കൊടി കൊട്ടിച്ച് നിരാശപ്പെടുത്തി, ഭാരപ്പെടുത്തി, സ്വസ്ഥത കെടുത്തി, ധാരാശിയ
വെളിപ്പെടേണ്ട അവകാശങ്ങളെ ഞെരുക്കിക്കളഞ്ഞ അന്ധകാരത്തിലെ പോരിന്റെ മുമ്പിൽ നിന്റെ ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും ഒരു വിടുതലായി വെളിപ്പെടുന്നു. മാത്രമല്ല, ഒരു കൊടി ഉയരുന്ന വർഷമാണ്. ജയം വരുമ്പോഴാണ് കൊടി ഉയർത്തുന്നത്. ഒരു പാർട്ടി ജയിക്കുമ്പോഴാണ് കൊടി ഉയർത്തിപ്പിടിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ കൊടി ഉയരുമ്പോൾ ഓർത്തോണം, അതിന്റെ പുറകിൽ ഒരു വിടുതലുണ്ട്. ഓ റാബാബാഷി രബീദ്വീപിൽ ജനമെത്തി. രബീദ്വീപിലെത്തിയപ്പോൾ ആകപ്പാട് അമാലേക്ക് യുദ്ധത്തിന് വന്നു. ശക്തമായ യുദ്ധമാണ്. എന്നാൽ മോശ കുന്നിന്റെ മുകളിൽ കയറി കരം പൊക്കി പിടിച്ചുകൊണ്ടിരുന്നു. ഹൂരും അഹരോനും ചേർന്ന് കരം പൊക്കി പിടിച്ചു. എന്നാൽ യോശുവ താഴെ യുദ്ധം ചെയ്തു. നാം വായിക്കുന്നത് യുദ്ധം ഇസ്രായേൽ മക്കൾ ജയിച്ചു. താഴെ ഇറങ്ങി മോശ യാഗപീഠം പണിതു. എന്നിട്ട പേരാണ് യഹോവ നിസി. യഹോവ എന്റെ കൊടിയ. പരാജയത്തിൻ്റെതല്ല, ഒരു ജയത്തിന്റെ കൊടിയ. കൊടി ഉയർന്ന് ജയം വരുമ്പോഴാ. ഇന്നില്ലാത്തൊരു ജയം. പലപ്പോഴും ജയം കിട്ടേണ്ട സ്ഥാനത്ത് ജയത്തെ പരാജയമാക്കി മാറ്റിയ ദുഷ്ടന്റെ ആഴങ്ങളുടെ മുമ്പിൽ ഒരു ജയം വരുമെന്ന് ആത്മാവ് ആലോചന പറയുന്നു. ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞു. ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. മഴയും കാറ്റും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. കുഴിച്ച കുഴി വിശ്വാസത്താൽ മുന്നേറുന്നെങ്കിൽ കുഴിക്കുന്ന കുഴി നിറയാൻ പോകുകയാണ്. വിടുതൽ എങ്ങനെ, ഏത് വശത്ത് നിന്ന്, ആരെ, എങ്ങനെ, എപ്പോൾ അറിയപ്പെടേണ്ട. ദൈവത്തിന് പ്രവർത്തിപ്പാൻ അല്പസമയം മതി. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവം, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം തന്റെ ജനത്തിനു വേണ്ടി അത്ഭുതം ചെയ്യും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 23-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 19:23 വാക്യം. ആ കാലത്ത് ഈ മാർഗത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. 19:21 വായിച്ചു. 21. അത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോന്യയിലും അഖായിലും കടന്ന് യെരുശലേമിലേക്കും പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമായും കാണണം എന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോഥെയോസ്. ഇവിടെ ദൈവനിയോഗ പ്രകാരം പോകുന്ന ഒരു പൗലോസാണ്. അതിന്റെ തലേ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അത് പ്രസംഗിച്ചില്ല. ബിറ്റിന്റെ വഴി പോകുമ്പോൾ അവിടെ ദൈവത്തിന് കർത്താവിന്റെ ആത്മാവ് വിലക്കി. പിന്നെ ത്രോവാസിൽ ചെന്നു. രാത്രിയിൽ ഒരു ശബ്ദം, ഒരു മക്കദോന്യ വിളി, ഞങ്ങളെ വന്ന് സഹായിക്കണം. അപ്പൊ ചില വഴി അടഞ്ഞപ്പോൾ മറ്റു ചില വഴി ദൈവം തുറന്നു. ചില വഴി അടയുമ്പോൾ ഓർത്തോണം, എന്നേക്കുമായി അടയുന്നതല്ല, ചില വഴികൾ ദൈവം തുറക്കാൻ പോകുകയാണ്. ചില വഴി ദൈവം ബ്ലോക്ക് ചെയ്യുമ്പോൾ ചില പുതിയ വഴിയെ ദൈവം തുറക്കും. വിശ്വസിക്കുന്നവർക്കാണ് ആ വിടുതൽ സംഭവിക്കാൻ പോകുന്നത്. ആ വിശ്വാസത്തിന്റെ മേൽ ദൈവപ്രതി വെളിപ്പെടുക. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ വാക്യമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. അസാധ്യമായൊരു കാര്യമാണ്. അസാധ്യമായൊരു കാര്യമാണ്. ബുദ്ധി നോക്കിയാൽ അസാധ്യമാണ്. എന്താ കാര്യം? ഈ കാട്ടത്തിയോ വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോകാം. എങ്ങനെ നടക്കുന്നത്? നമ്മളെല്ലാം കടൽ കണ്ടിട്ടുണ്ട്. കടലിൽ ആർക്കും ഒന്നും നടാനൊക്കത്തില്ല. ഒരു തിരമാല അടിച്ചാൽ അന്ന് നട്ടാലും അടിച്ചത് കൊണ്ടുപോകും. എന്നൊരു സാധനം കടലിലിട്ടാൽ അടുത്ത തിരമാല അടിച്ചു കളയും. ഒന്നിന് പുറകെ ഒന്ന് തിരമാല വരിക. എങ്ങനെ നടാൻ പറ്റും? പക്ഷെ കർത്താവ് വരിക, വിശ്വാസമുണ്ടെങ്കിൽ കടലിനകത്ത് ദൈവം നടും എന്ന് പറഞ്ഞാൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര തിരമാലയുണ്ടെങ്കിലും ഉറയ്ക്കത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം ഉറപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നു വേരോടെ പറിച്ചെന്ന. വേരോടെ. അപ്പോ എന്തിനാ വേരോടെ പറിക്കുന്നത്? നടാൻ വേണ്ടിയാ. ആരെങ്കിലും ദൈവം ഒരു ദേശത്ത് നിന്ന് വേരോടെ പറിച്ച് പൊക്കിയെടുത്തെങ്കിൽ ഓർത്തോണം, അത് കളയാനല്ല, അത് നടാൻ വേണ്ടിയാ. വേരോടെ പറിച്ചത് വേരോടെ നടാൻ വേണ്ടിയാ. ഒറ്റ കാര്യം ഉറപ്പായി വിശ്വസിക്കണം, ദൈവാത്മയുടെ ദൈവമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. തിരമാല എത്ര തിളകിയാലും എത്ര അടിച്ചുയർന്നാലും വിശ്വാസമുള്ളവന്
ആ തിരമാലയ്ക്കകത്ത് ഉറപ്പിക്കുന്നവനാണ് ദൈവം. ഇന്നത്തെ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, വെല്ലുവിളികൾ കണ്ട് ഭാരപ്പെടേണ്ട. ദൈവം ചിലരെ ഉറപ്പിക്കാൻ പോകുകയാണ്, ചിലരെ ഉറപ്പിക്കാൻ പോകുകയാണ്, ധൈര്യപ്പെടുത്താൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആ 21 വാക്യത്തിൽ ഇത് കഴിഞ്ഞിട്ട് യെരുശലേമിൽ വഴി പോകണം, ആ റോമിലും ഒന്ന് പോകണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. അപ്പോ തന്റെ ആഗ്രഹം എന്താ? യെരുശലേമിൽ പോകണം, പോരാ റോമും ഒന്ന് കാണണം. അപ്പൊ അതൊരു ആഗ്രഹമാണ്. വേദപുസ്തകം പറയുന്നത് നല്ല ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിനക്ക് നൽകട്ടെ. ഒരു ദൈവമായി നല്ല ആഗ്രഹം ഉണ്ടായിരിക്കണം. എനിക്കത് ചെയ്യണം, പോകണം, അഭിഷേകം പ്രാപിക്കണം, ആരാധിക്കണം, സ്നാനപ്പെടണം, കർത്താവിന്റെ വേലയിൽ ശക്തിയോടെ പോകണം. ഇതൊക്കെ ഒരു ആഗ്രഹമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. ഏതൊരു കാര്യമായാലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവാത്മാവിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തെ സ്തുതിക്കാൻ, വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കാൻ. ആമേൻ. ഒരു ആഗ്രഹമാണ്. ഒന്നാമത് വേണ്ടിയത് നല്ലൊരു ആഗ്രഹമാണ്. ആഗ്രഹം നല്ലതാണെങ്കിൽ മാത്രം പോരാ, ആഗ്രഹം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. റോമാലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിച്ച റോമർ 1:9. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അപ്പൊ ഇവിടെ വായിക്കുന്നത് പൗലോസ് പറയുകയാണ്, റോമിന് സഭയുണ്ട്. പൗലോസ് ഒരു അപ്പോസ്തലനാണ്, കൃപാവരപ്രാപ്തനാണ്, വെളിപ്പാടുള്ളയാളാ, ദൂതമുള്ളയാളാ. പുറപ്പെട്ടാലും നെഴു തട്ടിയാലും സൗഖ്യമാണ്. റോമിലെ സഭയോട് പറയുകയാണ്, സഹോദരന്മാരെ, എനിക്ക് റോമിൽ വരെ വരണമെന്ന് പറഞ്ഞാൽ കമ്മിറ്റി കൂടി സെക്രട്ടറി ഉടൻ തന്നെ വിസയും ടിക്കറ്റ് അയച്ചു കൊടുക്കും, റോമിൽ ചെല്ലാൻ വണ്ടി അയച്ചു വിട്ടുകൊടുക്കും, പക്ഷേ കപ്പൽ വിട്ടുകൊടുക്കും. പക്ഷേ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സാധ്യതകൾ മാനുഷികമായി നമുക്കുണ്ടെങ്കിലും, പിടിപാടുണ്ടെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, കഴിവുണ്ടെങ്കിലും, ഓരോ പോസ്റ്റിൽ പറഞ്ഞാൽ കേൾക്കുന്ന ആളുണ്ടെങ്കിലും, ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥിച്ച് തുറക്കുന്ന വഴിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പൗലോസ് പറയുകയാണ്, വ്യക്തിപരമായി മാനുഷികമായി പറഞ്ഞാൽ കൊണ്ടുപോകാൻ ആളുണ്ട്, കപ്പൽ അയക്കും, ടിക്കറ്റ് എടുത്തു തരും, വണ്ടി വിട്ടു തരും, എല്ലാം ശരിയാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവദ്രഹിതം വെളിപ്പെടേണ്ടത്. ആ ഒന്ന്, ഒരാഗ്രഹം നമുക്കുണ്ടായിരിക്കണം. 2, ആഗ്രഹം മാത്രം പോരാ, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഒരു വലിയ ശക്തിയാണ്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയാ ദൈവം പ്രവർത്തിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം വായിക്കട്ടെ, ഞാൻ പറയാം. 12-ാം വാക്യം മുതൽ ഒരു പടയാളിയെ വസ്ത്രവും വേഷവും ഇട്ട് ഒരുക്കി നിർത്തിയിരിക്കുക. വായിക്കുന്നു, തലയ്ക്ക് ശിരസ്ത്രവും കവചവും പിന്നെ അരക്കെട്ടും കാല് ബൂട്ടും കവചവും ഒക്കെ ഇട്ടതിന് ശേഷം ഒരു കൈയിൽ പരിചയും മറുകൈയിൽ വാളും. ഇതെല്ലാം തന്നെ കൊടുക്കുന്ന യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പടയാളിയാണ്. ആയുധം ധരിച്ച പടച്ചട്ടിട്ട ഒരു പടയാളിയാണ്. ഇത്രയും ആയുധം ധരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ആ വാക്യം താഴോട്ട് വായിച്ചിറങ്ങി വരുമ്പോൾ അതിന് കാതലായ കാര്യം എങ്ങനെയാണ്? ഇതെല്ലാം കയ്യിലുണ്ടെങ്കിലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിക്കും. അപ്പൊ എല്ലാം ഉണ്ടെങ്കിലും, ആയുധം ഉണ്ടെങ്കിലും, പടച്ചട്ടയുണ്ടെങ്കിലും, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, കഴിവുണ്ടെങ്കിലും, ഏറ്റവും പ്രധാനമായി വേണ്ടിയത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം കൈവിടത്തില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം? ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന വലിയൊരു ആയുധമാണ്. പ്രാർത്ഥന ഒരു താക്കോലാണ്. പ്രാർത്ഥന ദൈവവുമായി സംസാരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവനെ ദൈവം അറിയുന്നുണ്ട്. പ്രാർത്ഥന ഓളങ്ങളിൽ തള്ളിപ്പോകുന്ന ഒന്നല്ല, പ്രാർത്ഥന ദൈവത്തിൽ എത്തുന്നതാണ്. അതുകൊണ്ട് ആര് പ്രാർത്ഥിക്കുമോ, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ഓരോ ദൈവ വൈദ്യരും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യാനും ഓവർ ടൈം കിട്ടാനും ഒക്കെ വിവിധ രാജ്യങ്ങളിൽ ആൾ വളരെ ശ്രമിച്ച് എങ്ങനെ ഒരു 10 രൂപയുടെ കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അല്പം കൂടെ പ്രാർത്ഥിക്കാനും അല്പം കൂടെ കൃപ വായ്പാനും
ആഗ്രഹിക്കുന്ന കുറെ ദൈവമക്കളേ ഉള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്നവർക്കായി സ്തോത്രം. 2 മണിക്കൂർ എക്സ്ട്രാ ചെയ്താൽ ഇച്ചിരൂടെ കാശ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കഠിനാധ്വാനം ചെയ്യും. ഞാൻ പലയിടങ്ങളിലും പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. UK പോയാൽ ഒരു നേഴ്സ് പല ഹോസ്പിറ്റലിലാണ് ജോലിക്ക് പോകുന്നത്. ഒരിടത്ത് ചെയ്യുന്നു, പിന്നെ വേറെടുത്ത് പോകുന്നു. 2 മണിക്കൂർ ഒരിടത്ത്, 1 മണിക്കൂർ വേറെടുത്ത്, പിന്നെ വേറെടുത്ത് 1 മണിക്കൂർ. എങ്ങനെ കുറച്ച് കാശ് കൂടെ കൂടുതൽ കിട്ടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ദൈവത്തിന് ഇരിക്കാൻ നേരമില്ല, കരയാൻ നേരമില്ല. ഇത്രയും ആരോഗ്യവും ജോലി ചെയ്യാൻ ബലം നൽകുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഭൗതിക നന്മകൾ പോവുകയും വരികയും ചെയ്യും. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ. എന്നാൽ ദൈവികമായ ബന്ധമാണ് ഏറ്റവും വലുത്. എന്തെല്ലാം നമുക്കുണ്ടായാലും ഇവിടെ ഇട്ടിട്ട് പോകേണ്ട ദിവസമുണ്ട്. എന്നാൽ നിത്യത വരെ എത്തിക്കുന്നതും ശോഭിക്കപ്പെടുന്നതും ഈ ലോകത്ത് വെച്ച് കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണ്. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കാണണമെങ്കിൽ ഇവിടെ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കണം. ഓടി 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 മനുഷ്യൻ തളരുകയാണ്, ഓടി ഓടി തളരുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ പ്രാർത്ഥിക്കാനും കൂട്ടായ്മയ്ക്കും ആരാധനയ്ക്കും സമയമില്ല. പിന്നെ നേരിട്ട് വരാൻ സമയമില്ല, ആരാധനയ്ക്ക് സമയമില്ല. ബന്ധപ്പാടുകളാണ്. ജോലിയെ കുടുംബയെ, പിള്ളേരെ, കുഞ്ഞ്, വീട്, കുടുംബം, വീട്ടുകാര്, വീട് പണിയെ, സഹായം, ലോണ്, ബിസിനസ്. ദൈവത്തിന് സ്തോത്രം. കാറിന്റെ ലോണ്, വണ്ടിയുടെ ലോണ്, വീടിന്റെ ലോണ്, ഇതെല്ലാം അടച്ചു തീരട്ടെ പാസ്റ്ററെ. പിന്നെ വിദ്യാഭ്യാസ ലോണ്, പാസ്റ്റർ എന്തോ അതൊക്കെ തീരട്ടെ. ഇതൊക്കെ തീരും. അതിനേക്കാൾ വലുതും ഏറ്റവും ശക്തവും പ്രാർത്ഥന മുടങ്ങാതിരിക്കുക, പ്രാർത്ഥിപ്പാൻ സമയം വേർതിരിക്കുക. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ഏറ്റവും പ്രധാനമായ കാര്യം പ്രാർത്ഥന എന്നുള്ളതാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, പ്രാർത്ഥന. നമ്മുടെ കർത്താവാകട്ടെ പകൽക്കാലം മുതൽ അത്ഭുതം ചെയ്യുകയും രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധ വേദപുസ്തകം വായിച്ചു നോക്കുക. പ്രാർത്ഥന ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പ്രാർത്ഥനയുടെ ചങ്ങല നീണ്ടു കിടക്കുകയാണ്. ദാനിയേലിന്റെ പ്രാർത്ഥനയായാലും, എലിയാവിന്റെ പ്രാർത്ഥനയായാലും, പൗലോസിന്റെ പ്രാർത്ഥനയായാലും പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. നമുക്ക് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അതിനേക്കാൾ വലുത് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഒരു 10,000 രൂപ പവർ വിഷയുടെ പ്രാർത്ഥിക്കാൻ, ഒരു 10,000 രൂപ തമിഴ്നാട്ടിലെ ദിനകരന്റെ മോന് പ്രാർത്ഥിക്കാൻ, വ്യക്തിയുടെ പേര് പറഞ്ഞ് ക്ഷമിക്കുക. ദൈവദ്രോഷം. വേറെ ഒരു 10,000 രൂപ ഞങ്ങളുടെ ഇന്ന ഗ്രൂപ്പിൽ പെട്ട ഒരു പ്രാർത്ഥനക്കാർക്ക്. പിന്നെ ഒരു 10,000 രൂപ അമ്മണി അമ്മാമ്മ പ്രാർത്ഥിക്കുന്ന ആളാണ്. അമ്മാമണി കൂടെ അമ്മണിയമ്മ പ്രാർത്ഥിച്ചോണം കേട്ടോ. ഒരു മാസം മുഴുവൻ പ്രാർത്ഥിക്കും, ഒരു കൊല്ലം പ്രാർത്ഥിക്കാൻ 10,000 രൂപ. അങ്ങനെ കാശ് കൊടുത്ത് അനേകരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന ആൾ കൊണ്ട് മോശമാണെന്ന് പറഞ്ഞില്ല, അത് ആവശ്യമാണ്. പക്ഷേ ആരൊക്കെ പ്രാർത്ഥിച്ചാലും വ്യക്തിപരമായി നമ്മുടെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്കാണ് ദൈവത്തിന് കരവിറങ്ങി പ്രവർത്തിക്കുന്നത്. ദൈവവുമായി ബന്ധപ്പെടുന്ന വ്യക്തിപരമായ പ്രാർത്ഥന ഒരു വലിയ വിജയമാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ നാട്ടില് ഒരു പഴഞ്ചൊല്ലുണ്ട്, പെറ്റമ്മയ്ക്ക് 10 അമ്മ ചമഞ്ഞാൽ ഒക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. പെറ്റമ്മയ്ക്ക് പകരം പെറ്റമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് പകരം അമ്മ മാത്രമേ ഉള്ളൂ, വേറെ അമ്മയില്ല. അപ്പോൾ നമ്മൾ കരയേണ്ടതിന് നമ്മൾ കരയണം. ആരെങ്കിലും കാശ് കൊടുക്കുക പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തതിന് കുഴപ്പമില്ല, അവർക്കും ഒരാശ്വാസം, നമുക്കും പ്രാർത്ഥിച്ചല്ലോ ഒരാശ്വാസം. എന്നാൽ ഏറ്റവും ശക്തമായത് വ്യക്തിപരമായി അവനവന്റെ പ്രാർത്ഥനയാണ്. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടം വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടം വിടുവിച്ചു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, എനിക്കറിയാം. എന്നാൽ പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടെ സമയമെടുക്കുക. 2025 തീരാറായി. ഒത്തിരി തീരുമാനം എടുത്തിരുന്നു. 25 ആദ്യം തുടങ്ങിയപ്പോൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ ഒത്തിരി തീരുമാനമെടുത്ത് കുറിച്ചിട്ടതാ. പക്ഷേ പലതും വെള്ളത്തിൽ വരച്ചതുപോലെ തീർന്നപ്പോൾ, ചിലതൊക്കെ മാത്രം നടന്നപ്പോൾ, ഈ വർഷം തീരുമ്പോൾ കർത്താവേ പറഞ്ഞതൊന്നും സാധിച്ചിട്ടില്ല, അടുത്ത കൊല്ലം തന്നാൽ ചെയ്തോളാമെന്ന് പറഞ്ഞ് കയറുന്ന ഒരു അനുഭവത്തിലേക്ക് മാറിപ്പോകാതെ പ്രാർത്ഥനയ്ക്കായി ദൈവശനി മുട്ടുമടക്കുമെങ്കിൽ ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. പ്രാർത്ഥന ഒരു വലിയ വിടുതലാണ്. പ്രാർത്ഥിക്കാൻ കഴിയുന്നത് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മത്തായി സുവിശേഷത്തിൽ നിങ്ങൾ അറയ്ക്കകത്ത് കിടന്ന് വാതിലടച്ചു പ്രാർത്ഥിക്കണം. എന്താ അറയ്ക്കകത്ത് കിടക്കുക? ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറയെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. പഴയ ആളുകൾക്ക് അറിയാം. വീടുകളിൽ മിക്കവാറും അറയും നിറയും ഉണ്ടായിരുന്നു. അറയ്ക്കകത്ത് വെക്കുന്നത് വാഴപ്പിണ്ടിയും പഴന്നുണിയൊന്നുമല്ല,
അറയ്ക്കകത്ത് വെക്കുന്ന വിലപ്പെട്ട സാധനങ്ങളാണ്. വിത്തുകള്, വിലപ്പെട്ട സാധനങ്ങൾ ഒക്കെയാണ് അറയ്ക്കകത്ത് വെക്കുന്നത്. അടുത്ത കൊല്ലം വിതയ്ക്കാനുള്ള വിത്ത് അറയ്ക്കകത്ത് വെക്കുക. ഈ കുറെ നാളുകൾ അറയ്ക്കകത്ത് വിത്തിരുന്നാൽ അടുത്ത കൊല്ലം അതിനെ വിതയ്ക്കും. മാസം കഴിയും വിതയ്ക്കും. വിതച്ചോ കിളുക്കും. വയലിൽ നല്ല കൊല മറിഞ്ഞ് കതിരുകളായി വയലിൽ കിടക്കുമ്പോൾ ഓർത്തോണം, ആളുകൾ പറഞ്ഞ് നോക്കിയേ നല്ല വിളവാണല്ലോ, കൊല മറിഞ്ഞ് കിടക്കുന്നു, നല്ല നെൽമണിയാണല്ലോ എന്ന് പറയുമ്പോൾ അതിന്റെ പുറകിൽ അറയ്ക്കകത്തിരുന്ന കാലഘട്ടമുണ്ട്. അറയ്ക്കകത്തിരുന്നാൽ വെളിയിൽ മാനിക്കാൻ ദൈവശക്തൻ. അറയ്ക്കകത്ത് പ്രാർത്ഥിച്ചാൽ വെളിയിൽ മാനിക്കാൻ ദൈവശക്തൻ. ദൈവത്തിന്റെ ദാസനായ യാക്കോബ് പദ്ദനാരാമിൽ നിന്ന് പോന്നു. വന്ന വഴി യാബോക്ക് കടവിലെത്തി. ആടുമാടും ഭാര്യമാരും കുഞ്ഞുങ്ങളെ അക്കരെ കടത്തി. താൻ ഏകനായി ശേഷിച്ചു. അന്ന് രാത്രിയിൽ താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വെറും പ്രാർത്ഥനയല്ല, പൊട്ടിക്കരച്ചിലാണ്, നിലവിളിയാണ്, ഏറ്റുപറച്ചിലാണ്, കണ്ണുനീരാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വർഷം തീരാൻ പോകുകയാണ്. നമ്മൾ സഭായത്തിൽ പ്രാർത്ഥിക്കുന്ന പുരുഷ പ്രാർത്ഥിച്ചേക്കാം, ഇടയോഗത്തിൽ പ്രാർത്ഥിച്ചേക്കാം. എന്നാൽ വാതിൽ അടച്ചിട്ട് ആരുമില്ലാത്തപ്പോൾ ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ അതിന് സാഹിത്യം വേണ്ട, അതിന് വിദ്യാഭ്യാസത്തിന് കൂടുതൽ വേണ്ട, അതിന് പ്രാസം വേണ്ട. പരക്കകത്ത് കയറി വാതിലടച്ച് പൊട്ടിക്കരഞ്ഞാൽ, നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ, കുറവ് സംബന്ധിച്ച് പ്രാർത്ഥിച്ചാൽ, ഞാൻ ഉപായിക്കാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ഒരനുഗ്രഹം മാത്രമല്ല, പേരുകൂടെ ദൈവം മാറ്റാൻ പോകും. ദൈവത്തിന് സ്തോത്രം. അറയ്ക്കകത്ത് കയറി പ്രാർത്ഥിച്ചാൽ പൊട്ടിക്കരയാം, നിലവിളിച്ച് പ്രാർത്ഥിക്കാം, കാര്യങ്ങൾ തുറന്നു പറയാം. എല്ലാവരോടും എല്ലാ കാര്യവും തുറന്നു പറയാനൊക്കെ ഇല്ല, പക്ഷേ തുറന്നു പറയാൻ പറ്റിയ സ്ഥലമാണ് പ്രാർത്ഥനാ മുറി. 2, തുറന്നു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. സ്തോത്രം. യാക്കോബ് രാത്രി മുഴുവൻ കരഞ്ഞു പൊരുതി ദൂതനെ ജയിച്ചു. നേരം വെളുത്തപ്പോൾ ദൈവം പറയുകയാണ്, യാക്കോബ് എന്നെ വിടടാ, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞാൽ, കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവ സാന്നിധ്യമുള്ള പ്രാർത്ഥന വിടുതലിന്റെ പ്രാർത്ഥനയാണ്. ദൈവ സാന്നിധ്യമുള്ള പ്രാർത്ഥന അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനയാണ്. മാത്രമല്ല, ഒരടയാളം കൊടുത്തു, അവന്റെ തുടയുടെ തടം തൊട്ടു, നിന്റെ പേര് മാറ്റിയിരിക്കുന്നു, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥനാ മുറിയിൽ കയറിയാൽ പ്രാർത്ഥന വലിയ പവറാണ്. പ്രാർത്ഥന കുറയ്ക്കരുത്. പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥന, നിലവിളിച്ചുള്ള പ്രാർത്ഥന, ഹൃദയത്തിന്റെ വേദനയുടെ പ്രാർത്ഥന, ഒരു നെടുവീർപ്പ്, ഇതൊക്കെ ദൈവം വിടുതലായി കാണുമെങ്കിൽ 1 ആഗ്രഹം, 2 പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ വാക്യം 23-ാം അധ്യായം, അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ഇത് ദൈവിക ദൂതിന്റെ ഒരു ഉറപ്പാണ്. ശരിയായി മനസ്സിലാക്കാൻ പറയണമെങ്കിൽ 1, ഒരു ആഗ്രഹം റോമിൽ പോകാൻ. 2, ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 3, താനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ നിന്നെ യെരൂശലേമിൽ മാത്രമല്ല റോമിലും അയക്കാൻ പോകുകയാണ്. അതിന്റെ അർത്ഥം, വ്യക്തിപരമായി ആരും അറിയാതെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഒരു ദൂത്, ഒരു പ്രവാചകനിലൂടെയോ ദേവദാസനിലൂടെയോ ആ വിഷയം തന്നെ നമ്മുടെ നേരിട്ടൊരു ദൂതായി പറഞ്ഞാൽ ഓർത്തണം, നമ്മുടെ വിഷയത്തിന് മറുപടി വെളിപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കയ്യൊപ്പ് വന്നിരിക്കുക, ദൈവം ആ വിഷയം സാങ്ഷനാക്കിയിരിക്കുക, സ്വർഗീയ കൗൺസിൽ അത് അംഗീകരിച്ചിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അതേ വിഷയം തന്നെ ദൈവാത്മാവ് ഒരാളിലൂടെ നമ്മോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതനിലൂടെ സംസാരിക്കുന്നത് നമുക്ക് ഉറപ്പ് വരാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ആ കാര്യം ദൈവം അംഗീകരിച്ചു കഴിഞ്ഞു, സാങ്ഷൻ വന്നു കഴിഞ്ഞു, ആ പേപ്പറിൽ ദൈവം സൈൻ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ
വേഗത്തിൽ നടക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ കയ്യൊപ്പ് അത് നമുക്ക് അത്യാവശ്യമാണ്. എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ കയ്യൊപ്പ് വീണാൽ, ദൈവത്തിന്റെ അംഗീകാരം വന്നാൽ, ദൈവം ആ വിഷയം എന്നോട് പറഞ്ഞാൽ, ഞാൻ പറയുന്നു ദൈവം അത് ചെയ്യാൻ പോകുകയാണ്. ഇവിടെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പൗലോസിനോട് ദൈവം ഇങ്ങോട്ട് വന്ന് പറയുക, യെരൂശലേമിൽ മാത്രമല്ല റോമിലും തീരെ സാക്ഷിയാണ്. അപ്പോ തൻ്റെ ആഗ്രഹം റോമിൽ പോകാൻ, തൻ്റെ പ്രാർത്ഥന റോമിലെത്താൻ. 3 ഈ 2 കാര്യങ്ങളും സ്വർഗം കേട്ടിട്ട് മൂന്നാമത് തന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഞാൻ നിന്നെ അയക്കാൻ പോകുകയാണ്. അപ്പൊ ഏതൊക്കെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നോ, എവിടെയൊക്കെ പോകണം, ഏതൊക്കെ രാജ്യങ്ങളിൽ ജോലി ചെയ്യണം, എവിടെയൊക്കെ നന്മ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവർ, തലമുറയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ, ദൈവസന്നിധി ഉണ്ടെങ്കിൽ ഇന്ന് മകൻ ഒരു ദൂത് ദൈവം നിന്റെ വിഷയത്തിന്റെ മേൽ ഒരു കയ്യൊപ്പിടുകയാണ്. അതൊരു വിടുതലായി വെളിപ്പെടാൻ പോകുകയാണ്. ഇനി മാസങ്ങൾ വേണ്ട, ദൈവം അത് ശരീരത്തിൽ, തലമുറയിൽ, ആത്മീയ മണ്ഡലത്തിൽ, സഭയിൽ ഒരു വിടുതലായി ചെയ്യാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി വെളിപ്പെട്ട് അവിടെ നിന്ന് പിശാച് ഇളകി. താഴ്ത്ത വാക്യം വായിക്കുമ്പോൾ, നേരം വെളുത്തപ്പോൾ 40ഓളം യഹൂദന്മാർ ഒരുമിച്ച് കൂടി പറഞ്ഞു, പൗലോസിനെ കൊന്നുകളയാതെ തിന്നുകയുമില്ല, കുടിക്കുകയുമില്ല. അപ്പോൾ ദൈവത്തിന്റെ ദൂത് രാത്രി വെളിപ്പെട്ടപ്പോൾ പിശാച് ഇളകി. അപ്പൊ ചില വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ പിശാച് ഇളകും. പിശാച് ഇളകി 40 പേരെ കൂട്ടി പൗലോസിനെ കൊന്നുകളയോളം തിന്നുകയില്ല, കുടിക്കുകയില്ല. എന്നാൽ അവിടെ നിന്ന് ദൈവം അവനെ രക്ഷിച്ച്, കോട്ടയ്ക്കകത്ത് നിന്ന് രക്ഷിച്ച് 276 പേര് ഒരുമിച്ച് ചില നിയമങ്ങളിലൂടെ, രേഖകളിലൂടെ, ആധികാരികമായ ഗവർണർമാരുടെ അധികാരത്തോടുകൂടെ ഇപ്പോൾ ഇറ്റലിയിലേക്ക് പോവുകയാണ്. 27-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവരങ്ങനെ 276 പേര് നേരെ ഇറ്റലിയിലേക്ക് യാത്ര പോവുകയാണ്. വാഗ്ദത്തം കേട്ടവര് യാത്ര പുറപ്പെടുന്നു. യാത്ര പുറപ്പെടുമ്പോൾ തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൻ പ്രതികൂലത്തിന്റെ കാറ്റടിക്കാൻ തുടങ്ങി. കാല് കുത്തിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ജോലി കയറിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പേപ്പർ നീങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പിന്നീട് തിരമാലയും പോരാട്ടം അടിക്കാൻ തുടങ്ങി. എന്തോ ഒരു പോരാട്ടമാണ്! നിലനിർത്താത്ത പോരാട്ടം, തിരിച്ചുവിടുന്ന പോരാട്ടം, ഓടിപ്പിക്കുന്ന പോരാട്ടം, നിലനിർത്താത്ത പോരാട്ടം. 27-ാം അധ്യായത്തിൽ ഞാൻ 5-6 കാറ്റുകളെ കുറിച്ച് പറഞ്ഞു കേൾപ്പിക്കുക. ഈ ദൈവദാസൻ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. 4-ാമത്തെ വാക്യത്തിൽ ഒരു പ്രതികൂലം ഉണ്ടെന്ന് വായിക്കാമോ? 4-ാം വാക്യം 27:4. അവിടെ നിന്ന് ഞങ്ങൾ നീക്കി, കാറ്റ് പ്രതികൂലമാകിയാൽ കുപ്രോസ് ദ്വീപിന്റെ മറപറ്റി ഓടി. ഒന്ന്, പ്രതികൂലത്തിന്റെ കാറ്റ്. പ്രതികൂലത്തിന്റെ കാറ്റ്. യാത്ര ദൈവം പറഞ്ഞിട്ട് ഇറങ്ങിയതാ. എടാ, ദൈവം പറഞ്ഞിറങ്ങിയ എത്ര പ്രയാസം ഉണ്ടാവും? ദൈവം പറഞ്ഞിട്ടല്ലേ ആ കല്യാണം നടന്നത്? ദൈവം പറഞ്ഞിട്ടല്ലേ എന്നെ സിംഗപ്പൂരിൽ വിട്ടത്? ദൈവം പറഞ്ഞിട്ടല്ലേ എന്റെ വീട് പണി തുടങ്ങിയത്? ദൈവം പറഞ്ഞിട്ടല്ലേ ഈ കാര്യം? ഇത്ര പ്രതികൂലം ഉണ്ടാവുമോ? സ്തോത്രം. ദൈവം പറഞ്ഞിട്ടാണ് ഇറങ്ങിയതെങ്കിലും ദൈവം തടസ്സപ്പെടുത്തുകയില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അക്കരെ വിടാതിരിക്കാൻ ശത്രു തടസ്സങ്ങൾ ഉണ്ടാവും. അവൻ പ്രതികൂലത്തിന്റെ ഇവിടെ അയക്കുന്നത് കാറ്റ് പ്രതികൂലമാകൊണ്ട്, പ്രതികൂലമായ കാറ്റുകൾ, പ്രതികൂലമായ വ്യക്തികൾ, പ്രതികൂലമായി താഴെ മേളിലുള്ള ജോലിക്കാർ, പ്രതികൂലമായ അയൽവക്കം, പ്രതികൂലമായ കൂട്ടുകുടുംബക്കാർ, പ്രതികൂലമായ വ്യക്തികൾ കാറ്റ് പോലെ പോരാടും. എന്ന് പറഞ്ഞാൽ കാറ്റിനെ കാണാൻ ഒക്കത്തില്ല, പക്ഷേ കാറ്റ് അനുഭവിച്ചറിയാം. കാറ്റ് ഒരു അദൃശ്യ ശക്തിയാണ്. ചില വ്യക്തികളെ നമ്മൾ കാണാൻ ഒക്കത്തില്ല, ഒറിഞ്ഞും മറഞ്ഞും നിനക്കെതിരെ പോരാടുന്ന ചില പോരാട്ടങ്ങളുണ്ട്. എന്നാൽ അതിന്മേൽ ജയം തന്ന കർത്താവിന് സ്തോത്രം. ഒന്ന്, കാറ്റ് പ്രതികൂലമാണ്, പ്രതികൂല കാറ്റ്. അടുത്തത് 7-ാമത്തെ വാക്യം. പിന്നെ ഞങ്ങൾ ബഹുദിവസം പതുക്കെ ഓടി മീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കായികയാൽ ക്രേത്താദ്വീപിന്റെ മറപറ്റി രണ്ടാമത്തെ കാറ്റ് സമ്മതിക്കാത്ത കാറ്റ്. ഒരു കാര്യവും സമ്മതിക്കുകയില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കുകയില്ല, പോകാൻ സമ്മതിക്കുകയില്ല, ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ശരീരത്തിന് രോഗമാണ്, പ്രശ്നമാണ്,
ഒരു ദിവസം പോയാൽ അടുത്ത ദിവസം പോകാനൊക്കത്തില്ല. പ്രതിസന്ധിയുടെ കാറ്റ്, സമ്മതിക്കാത്ത കാറ്റ്. ദൈവത്തിന് സ്തോത്രം. സമ്മതിക്കാത്ത കാറ്റ്, ബലഹീനമാക്കുന്ന, മുന്നോട്ട് വിടാത്ത, സമ്മതിക്കാത്ത, ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാത്ത, ഒരു പേപ്പറും നീങ്ങാൻ സമ്മതിക്കാത്ത, ഒരു കാര്യവും ചെയ്യാൻ സമ്മതിക്കാത്ത ചില കാറ്റിന്റെ ശക്തിയുണ്ട്, വെല്ലുവിളിക്കുന്ന ശക്തിയുണ്ട്. ഭാരപ്പെടേണ്ട. 2, മൂന്നാമത്തെ കാറ്റ് അതിന്റെ 14-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം. ആ തുറമുഖം ശീതകാലം കഴിക്കുവാൻ തക്കതല്ലായികയാൽ അവിടെ നിന്ന് നീക്കി തെക്കും പടിഞ്ഞാറായും വടക്കു പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫൊയ്നിക്യ എന്ന ക്രേത്ത തുറമുഖത്ത് കഴിയുമെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു. തെക്കൻ കാറ്റും അന്തമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. 2 പ്രതികൂലത്തിന്റെ കാറ്റടിപ്പിച്ച ശേഷം ഒരു ശാന്തമായ കാറ്റടിച്ചു. അപ്പം വിചാരിച്ച കാര്യം നടന്നു, കുഴപ്പമില്ല. ഇനി ഒത്തിരി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒത്തിരി പ്രതികൂലം മാറിയല്ലോ, ഒത്തിരി പോരാട്ടം മാറിയല്ലോ, ഇനി കുഴപ്പമില്ല. ശാന്തത വന്നു. ഇനി കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുമെന്ന് വിചാരിച്ചു. ഒരു തെക്കൻ കാറ്റടിച്ചപ്പം സ്മൂത്തായിട്ട് പോകാനല്ല, അതിനേക്കാൾ വലുതന്നെ പുറകെ വരുന്നുണ്ട്. 14-ാമത്തെ വാക്യം. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കേട്ടോ, പിന്നെ അടിച്ച കാറ്റ് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റാണ്. അല്പ ശാന്തത വന്നതിന് ശേഷം ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. ഇനി അത് 20-ാം വാക്യം. കപ്പൽ കോപ്പും കടലിലിട്ട് വളരെ നാളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും മറ്റുപോയി. വല്ലാത്ത കാറ്റ്, ദൈവദൃഷ്ടം. അപ്പോ പ്രതികൂല കാറ്റ്, സമ്മതിക്കാത്ത കാറ്റ്, തെക്കൻ കാറ്റ്, മന്ദമായ കാറ്റ്, ഈശാനമൂലം കാറ്റ്, വല്ലാത്ത കൊടുങ്കാറ്റ്. ഈ വല്ലാത്ത കൊടുങ്കാറ്റ്, ദൈവദൃഷ്ടം, ഇതെല്ലാം കൂടി ആഞ്ഞടിച്ച് പടക് തകർക്കാൻ പോവുകയാണ്. സ്തോത്രം. 10-14 ദിവസമായി സൂര്യനോ ചന്ദ്രനോ കാണാതെ ഒത്തിരി പ്രതികൂലങ്ങളായി പാരപ്പെടുമ്പോൾ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രസക്തമായ ദൂതിലേക്ക് വരിക. 23-ാമത്തെ വാക്യം. എന്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രതികൂലത്തിന് നടുവിൽ വാഗ്ദത്തം ഏറ്റെടുത്ത് യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ പൈതൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ ഒത്തിരിയുണ്ട്, പ്രതികൂലം ഒത്തിരിയുണ്ട്. പടകാടി ഉലയുന്നുണ്ട്, പടകിന്റെ പലക പൊളിയുന്നുണ്ട്, ആണി ഊരുന്നുണ്ട്, പ്രതിസന്ധി ഒത്തിരിയുണ്ട്. പക്ഷെ 276 പേരുള്ളപ്പോൾ 275 പേര് കാണാത്ത ഒരുത്തൻ ആ രാത്രി അവന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, പൗലൂസേ നീ ഭയപ്പെടണ്ട. 4 കാര്യം ഞാൻ അവിടെ പറയാം, നിങ്ങൾ ആ ദൂത് ശ്രദ്ധിച്ചോണം. 1, എൻ്റെ ഉടയവൻ നല്ല ഉറപ്പുണ്ടായിരിക്കണം. യേശു എൻ്റെ ഉടയവനാണ്, എൻ്റെ ഉടയവനാണ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഒരു ബന്ധം. ഞങ്ങളുടെ നാട്ടിൽ പറയും, കൂട്ടത്തിൽ പാട്ടും വെള്ളത്തിൽ പൂട്ടും എളുപ്പമാണ്. ആരിലുമൊക്കെ സ്വതന്ത്രം പറയുമ്പോൾ കൂടെ സ്വതന്ത്രം പറയാൻ എളുപ്പം. പക്ഷെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോൾ ആണ് ദൈവത്തിന്റെ ശക്തിയും വിശ്വാസവും തിരിച്ചറിയേണ്ടി വരുന്നത്. 1-ാമത്തെ കാര്യം, കർത്താവ് എൻ്റെ ഉടയവനാണ്. എൻ്റെ ഉടയവൻ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ അപ്പൻ്റെ ദൈവമെന്നല്ല, അബ്രഹാമിന്റെ ദൈവമെന്നല്ല, മമ്മിയുടെ ദൈവമെന്നല്ല, അമ്മാച്ചന്റെ ദൈവമെന്നല്ല, എൻ്റെ ദൈവമാണ്, എൻ്റെ ഉടയവനാണ്. ദൈവത്തിന് സ്തോത്രം. നല്ലൊരു ഉറപ്പുണ്ടാകണം. എത്ര കാറ്റടിച്ചാലും, ഞാൻ പോകുന്ന വണ്ടി പൊളിഞ്ഞെന്ന് വന്നാലും, കേട് വന്നാലും, തകർച്ച വന്നാലും, എന്നെ കൈവിടാത്ത ദൈവമുണ്ട്, അവൻ എൻ്റെ ഉടയവനാണ് എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ദൂത് വ്യക്തിപരമായ ബന്ധം. ഈ സൂപ്ലാറ്റിനുമായി മുഴുവൻ ആളുകൂടി ഞാൻ പറയാം, ദൈവമായി വ്യക്തിപരമായ ഒരു ബന്ധം, ദൈവമായി സംസാരിക്കുന്ന ഒരു അനുഭവം, ദൈവത്തിന്റെ ശബ്ദം കാതുകളിൽ കേൾക്കുന്ന സമയം. പ്രവാചകന്മാരിലൂടെയോ അഭിഷക്തന്മാരിലൂടെയോ കൺവെൻഷൻ പ്രസംഗിലൂടെയോ യൂട്യൂബിലൂടെയോ കേൾക്കുന്ന ദൂതുകളുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് ദൈവം നേരിട്ട് സംസാരിക്കുന്ന ശബ്ദമുണ്ട്.
അത് ദൈവ ഉടയവർക്ക് മാത്രമേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഉടയവൻ. ഇന്നും ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. കർത്താവിന്റെ ഉടയവനാണ്. എനിക്ക് ബന്ധമുണ്ട്. ആമേൻ. ഒന്ന്, എൻ്റെ ഉടയവൻ, വ്യക്തിപരമായ ഒരു ബന്ധം. രണ്ട്, ഞാൻ സേവിച്ചു വരുന്ന. രണ്ടാമത്തെ ചിന്ത, ആ ഉടയവനെ ഞാൻ സേവിച്ചു വരിക. സേവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക എന്ന്. ദൈവത്തെ ആരാധിക്കുക. അപ്പോ എൻ്റെ ഉടയവൻ, വ്യക്തിപരമായ ബന്ധം. രണ്ട്, ആരാധന. ആരാധന. നാം വേദപുസ്തകം പഠിച്ചാൽ പൗലോസിനെ കൂടാതെ 2 പ്രാർത്ഥനാ വീരന്മാരും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഏലിയാവാണ്. ദൈവത്തിന് സ്തോത്രം. തിസ്പയിൽ നിന്നുള്ള തിസ്പിനായ ഏലിയാവ്, ഞാൻ സേവിച്ചു വരുന്ന ദൈവം. ഒരു പ്രാർത്ഥനാ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സേവിച്ചു വരുന്ന ദൈവം. എല്ലാവർക്കും പറയാനൊക്കത്തില്ല, ഞാൻ സേവിച്ചു വരുന്ന ദൈവം. 2, ദാനിയേൽ എന്ന് പറയുന്ന പ്രാർത്ഥനാ മനുഷ്യൻ, 21 ദിവസമൊക്കെ സ്ഥിരമാനം ഉപവസിക്കുന്ന മനുഷ്യൻ, പ്രാർത്ഥനാ മനുഷ്യൻ പറയുക, ഞാൻ ദൈവത്തെ സേവിക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടിരിക്കുമ്പോൾ രാജാവ് വന്ന് കല്ലുരുട്ടി മാറ്റി ചോദിച്ച ചോദ്യമുണ്ട്, ദാനിയേലെ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ വിടിയിപ്പാൻ പ്രാർത്ഥനയോ? അത് പ്രാർത്ഥിക്കുന്നവൻ സേവിക്കുന്നവനാണ്. സേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ആയുർവേദ വിധിപ്രകാരമുള്ളൊരു പേരാണ് സേവിക്കുക. ഇംഗ്ലീഷ് മരുന്ന് ഡയബറ്റിക്കിനോ കൊളസ്ട്രോളിനോ ക്യാൻസറിനോ ഏതിനൊക്കെ മരുന്ന് പോയി മേടിച്ചാൽ ഇംഗ്ലീഷ് മരുന്ന് അലോപ്പതി ഡോക്ടറെ ഭക്ഷണത്തിന് മുമ്പ് ഗുളിക കഴിക്കണം, ഭക്ഷണം കഴിഞ്ഞത് കഴിക്കണം, 3 മണിക്കൂർ ഇടവിട്ടത് കഴിക്കണം എന്നാ പറയാനുള്ളൂ. സേവിക്കാൻ പറയത്തില്ല. ഹോമിയോ മരുന്ന് മേടിച്ചാൽ അത് രാവിലെ 2 വായിലിട്ട് ഞുണഞ്ഞിറക്കണം, അത് കടിച്ചിറക്കണ്ട, വെള്ളം കുടിക്കണ്ട എന്നേ പറയാറുള്ളൂ. എന്നാൽ ആയുർവേദ മരുന്നുകൾ ഒരാൾ കഴിച്ചാൽ ഡോക്ടർ പറയും ഇത് സേവിക്കുക. രാവിലെ 2 ഔൺസ് സേവിക്കണം, വൈകിട്ട് 1 ഔൺസ് സേവിക്കണം. കാരണം അതിന് പഥ്യമുള്ളത് കൊണ്ട്. പഥ്യം. പച്ചമരുന്ന് കഴിക്കുന്നതിന് പഥ്യമുണ്ട്. മുട്ട പാടില്ല, ഇറച്ചി പാടില്ല, മീൻ പാടില്ല, ചെറിയ മീനെ പാടൂ, വലുത് പാടില്ല. പഥ്യമുണ്ട്. സത്യം പറഞ്ഞാൽ ദൈവത്തെ സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പഥ്യമുള്ളത്. എല്ലാം ചെയ്യാനൊക്കത്തില്ല, എല്ലാം തിന്നാനൊക്കത്തില്ല, എല്ലായിടത്തും പോകാനൊക്കത്തില്ല, എല്ലാം പറയാനൊക്കത്തില്ല, എല്ലാവരും ചെയ്യുന്നത് ചെയ്യാനൊക്കത്തില്ല. ദൈവമായിട്ട് അടുത്തൊരു ബന്ധമാണ്, പഥ്യമാണ്. ഞാൻ പണ്ട് സുഹൃത്ത് സ്ഥലത്ത് ഒരു പയ്യന് മഞ്ഞപ്പിത്തം വന്നപ്പോൾ അവന് ഒറ്റമൂലി മരുന്ന് മേടിച്ചു കൊടുത്തു. ഒരു വൈദ്യൻ ചെങ്ങന്നൂരുണ്ടായിരുന്നു, ഒരു വിശ്വാസിയായിരുന്നു. ഒരു പച്ചമരുന്ന് ഉരുട്ടി തരും, അത് രാവിലെ വിഴുങ്ങണം. അത് വിഴുങ്ങിയിട്ട് പച്ചവെള്ളത്തെ മുങ്ങി കുളിക്കണം. കോഴിയിറച്ചിയും കോഴിമുട്ടയും തിന്നത് കുറച്ച് നാളത്തേക്ക്. വൈദ്യം പറഞ്ഞു വിടും, പഥ്യം സൂക്ഷിച്ചോണം, എന്നിട്ട് ഈ മരുന്ന് സേവിക്കാവൂ. അവനെ അത് സേവിച്ചേച്ച് പോയി. 10 ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരൻ്റെ ഒരു കല്യാണം. അവിടെ ചെന്നപ്പം ചിക്കൻ ബിരിയാണി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വിചാരിച്ചു, ഇവിടെ അപ്പനും കണ്ടില്ല, അമ്മയും കണ്ടില്ല, വൈദ്യരുമില്ല. അവരങ്ങനെയൊക്കെ പറയും, 2 കഷ്ണം തിന്നേക്കാം. അവൻ ചിക്കൻ്റെ കാലെടുത്ത് ഒരെണ്ണം കഴിച്ചങ്ങ് നിന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ ശരീരം മുഴുവൻ നീര് വന്നിരിക്കുക. ഇന്നലെ രാത്രി കിടന്ന പുള്ളിയെല്ലാം നീര് വെച്ച് തുറു പോലെ ഇരിക്കുക, കച്ചും കെട്ടുപോയി. അപ്പനും അമ്മയും കൂടെ വിളിച്ച വൈദ്യരെടുത്ത് കൊണ്ടുപോയി. വൈദ്യർ ഇവനെ കണ്ടപ്പോഴേ പറഞ്ഞു, ഒരു മരുന്നും കൊടുക്കാതെ പറഞ്ഞു, മോനെ നീ പഥ്യം തെറ്റിച്ചോടാ. അവൻ പഥ്യം തെറ്റിക്കുന്നവനെ കണ്ടാൽ അറിയാം. കാരണം അവൻ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അവനെ കണ്ടാൽ ഇരിപ്പ് കാണും പറഞ്ഞാൽ പഥ്യം തെറ്റിച്ച പുള്ളിയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പഥ്യം തെറ്റിച്ച നീരും വെച്ച് ഇവനിങ്ങനെ ഒഴിയാതിരിക്കുക. ഒരു കാര്യം ഓർക്കണം, സേവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പഥ്യമുണ്ട്. അപ്പോ ഇവിടെ വായിക്കുന്ന പൗലോസ്, ഞാൻ സേവിച്ചു വരുന്ന. ഒത്തിരി പ്രശ്നം ഉണ്ടായി. കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ളസോഴ ആപത്ത്, ഉറക്കം, ശീതം, ഉറക്കം, നാട്ടുകാരുടെ തല്ല്, ഭീഷണി, എന്തെല്ലാം ഉണ്ടായിട്ടും താൻ സേവിച്ച ദൈവത്തെ പിടിച്ചു നിന്നു. അപ്പോൾ ഒരു ദൈവ പൈതൽ, രണ്ടാമത്തെ കാര്യം ദൈവത്തെ സേവിക്കുക. പെടലി പോയാലും തല പോയാലും കർത്താവിന് വേണ്ടി നിലനിൽക്കുക. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ കാക്കാൻ ശക്തൻ. ആളുകൾ പറഞ്ഞ് പുറകോട്ട് മാറരുത്. രക്ഷിക്കപ്പെട്ടവര് സ്നാനപ്പെടണം, സ്നാനപ്പെട്ടവര് ആത്മാഭിഷേകം പ്രാപിക്കണം,
ആത്മാഭിഷേകം പ്രാപിച്ചവര് വിശുദ്ധിയോടെ നയിച്ച് ദൈവത്തെ ആരാധിക്കണം. അതിനകത്ത് കുറവ് വരുത്താൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ടതുകൊണ്ടായില്ല. രക്ഷിക്കപ്പെട്ടവർ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവര് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷയോടും അടയാളത്തോടെ ആരാധിക്കണം. ജീവിത വിശുദ്ധി കാക്കണം. ആമേൻ. കർത്താവിന്റെ കൂട്ടായ്മ അനുഭവിക്കണം, ആരാധിക്കണം, കർത്താവിനെ സംബന്ധിക്കണം, വിശുദ്ധിയും നയിച്ച് മുന്നോട്ട് പോകണം. അവരെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. രണ്ടാമത്തെ കാര്യം ആരാധനയാണ്. ആരാധനയ്ക്ക് മുടക്കം വരരുത്. എന്തെല്ലാം മുടങ്ങിയാലും ആരാധന മുടങ്ങരുത്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം 27-ാം അധ്യായം 24-ാം വാക്യത്തിലുണ്ട്. ആമേൻ. നിന്നോടുകൂടെ യാത്ര ചെയ്ത എല്ലാവരെയും ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വാഗ്ദത്തമാണ്. നേരത്തെ ദൈവം പറഞ്ഞു, ഒരാട് തലമുടി പോലും പോകത്തില്ല, കപ്പലിളകും, തിരമാലയടിക്കും, പലക പറയും, ആണി ഊരും, പക്ഷേ നിന്റെ കൂടെ യാത്ര ചെയ്ത ആർക്കും ഒരു ദോഷവും വരത്തില്ലെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ പകൽ വേളയിൽ ദൈവത്തിന് വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ എന്നാണ്. ദൈവം മാറ്റി പറയത്തില്ല, പറ്റിയാലെന്ന് പറയത്തില്ല. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. ഇരമ്യാ പ്രവാചകൻ പറയുന്നത്, ദൈവം ആലോചന വലിയവനും പ്രവർത്തിയിൽ ഭയങ്കരനുമാണ്. ആലോചന മാത്രം പറയുകയല്ല, പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ ആലോചന കേട്ട ദൈവമക്കൾ നിരാശപ്പെടരുത്, പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ, ആമേൻ, 99 വയസ്സാണ്. അബ്രഹാമിന് 75-ാമത്തെ വയസ്സിൽ കിട്ടിയ വാഗ്ദത്തം അവന്റെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിരാശ വന്നു. ദമ്മശേഖരന് എലയാസറിന്റെ അവകാശി എന്ന് പറഞ്ഞ് പിറുപിറുത്ത സമയമുണ്ട്. എന്നാൽ 99-ാമത്തെ വയസ്സിൽ ഉൽപ്പത്തി 17-ാം അധ്യായത്തിൽ ദൈവം വന്ന് പറഞ്ഞു, അബ്രഹാമേ, എന്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്ക്, ഞാന് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവമാണ്. ആ വാഗ്ദത്തം ഒന്നുകൂടെ ദൈവം അബ്രഹാമിനെ ഉറപ്പിച്ചു. സർവശക്തനായ ദൈവം, അത് വിശ്വസിച്ചു. അടുത്തത് 18-ാം അധ്യായത്തിൽ വന്നപ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിന്റെ വീട്ടിൽ വന്നു. 17-ാം അധ്യായത്തിൽ ഞാൻ സർവശക്തനായ ദൈവമാണെന്ന് പറഞ്ഞു. 18-ാം അധ്യായത്തിൽ ഈ സർവശക്തനായ ദൈവം 2 ദൂതന്മാരോടുകൂടെ അബ്രഹാമിന്റെ വീട്ടിൽ മമ്രയുടെ തോപ്പിൽ വന്ന് അബ്രഹാമിനോടും സാറായോടും സംസാരിച്ച് അന്ന് അവിടെ വെച്ച് ദൈവത്തിന് കാര്യം ചലിക്കാൻ തുടങ്ങി. 1 വർഷത്തിന്റെ ഉള്ളിൽ വിടുതൽ സംഭവിക്കുമെന്ന് പറഞ്ഞത് ആശ്ചര്യമായി സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ആലോചന വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരനുമായ ദൈവം വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനെന്ന് ഉറയ്ക്കണം. റോമാലേഖനത്തിൽ നാം വായിക്കുന്നത്, അബ്രഹാമിന്റെ ശരീരം നിർജീവമായതും സാറായുടെ ഗർഭപാത്രം നിർജീവത്വം പറഞ്ഞിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് ഉറച്ചു. മൂന്നാമത്തെ പോയിന്റ്, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ മുറുകെ പിടിക്കും. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞയച്ചെങ്കിൽ, വാഗ്ദത്തം തന്നെങ്കിൽ ആ വാഗ്ദത്തം നിറവേറ്റാൻ ദൈവം ശക്തനാണ്. അവസാനത്തെ വാക്യം 24-ാം വാക്യം അവസാനം ഇങ്ങനെയാണ്. 25-ാം വാക്യം 27, 25 വായിക്കാവും. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിക്കുവിൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എങ്കിലും നാം ഒരു മതി. 4-ാമത്തെ കാര്യം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുക. 4 കാര്യമാണ് ഞാൻ പറയുന്നത്. 1, എൻ്റെ ഉടയവനാണ് കർത്താവ്, വ്യക്തിപരമായ ബന്ധം. 2, ഞാൻ സേവിക്കുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ദൈവത്തെ ആരാധിക്കും. എൻ്റെ സാഹചര്യം നോക്കിയല്ല, ഞാൻ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. 3,
ദൈവം പറഞ്ഞ വാഗ്ദത്തം മുഴുവൻ ഞാൻ വിശ്വസിക്കും. ദൈവം ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ അവൻ ചെയ്തിരിക്കും. വാക്ക് മാറ്റി പറയാൻ അവൻ മനുഷ്യനല്ല. വ്യാജം പറയാൻ അവൻ മനുഷ്യപുത്രനുമല്ല. അവൻ അരുളി ചെയ്തത് നിവൃത്തിയാകാതിരിക്കുമോ? അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു. ദൈവം പ്രവർത്തിക്കും. ദൈവം കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അവൻ മേഘങ്ങളോട് കൽപ്പിച്ചു, മേഘങ്ങളിൽ നിന്ന് ആമൻ മന്ന പൊഴിഞ്ഞു താഴെ വീണു. ദൈവത്തിന് സ്തോത്രം. ആകാശ കിളിവാതിൽ തുറന്നു. ദൈവം കൽപ്പിച്ചാൽ വിടുതലാണ്. മൂന്നാമത്തെ കാര്യം വാഗ്ദത്തമാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ നിറവേറാനുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട. ദൈവം പ്രവർത്തിപ്പാൻ ശക്തൻ. ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുന്നത് പോലെ ഈ വർഷത്തിന്റെ അവസാനത്തെങ്കിൽ അരക്കിട്ടുറപ്പിക്കുന്നു. ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. നാലാമത്തെ കാര്യം, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. കടലിളകിയാലും ഞാൻ കയറിയ കപ്പൽ തുറമുഖത്ത് എത്തിയില്ലെന്ന് വരാം. ഞാൻ കയറിയ കപ്പൽ തുറമുഖത്ത് വന്നില്ലെന്ന് വരാം. പക്ഷേ എന്നെ എത്തിക്കാൻ ദൈവശക്തനാണ്. കേറിയ വണ്ടി എത്തിയില്ലെങ്കിലും കേറിയവനെ എത്തിക്കുന്നവനാ ദൈവം. ഇന്ന് രാത്രി വാഗ്ദത്തം കേട്ട ദൈവത്തിന്റെ പൈതലിനെ എത്തിക്കുന്നിടത്ത് ദൈവം എത്തിച്ചിരിക്കും. 27-ാം അധ്യായം കഴിഞ്ഞ് 28 വരുമ്പോൾ കപ്പലിന്റെ പലകയിൽ പിടിച്ച് നീന്തി അക്കരെ കയറിയപ്പോൾ അവിടുത്തെ ബർബരന്മാർ അസാധാരണമായ ദയ കാണിച്ചു. അവിടെ വിറവ് പെറുക്കിയിടുമ്പോൾ അടുത്തൊരു പോരാട്ടം, കയ്യിൽ അണലി കയറി. എന്തൊരു പോരാട്ടമാണ്! ഒരു കപ്പൽ തകർന്നാ കയറി ചെല്ലുമ്പോൾ അതിനേക്കാൾ പോരാട്ടം. അപ്പൊ തന്നെ അവർ പറഞ്ഞു, കൊലപാതകനാണ്, ഇവനെ ദൈവത്തെ മറക്കുന്നവനാണ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. എന്നാൽ ദൈവം ലജ്ജിപ്പിച്ചില്ല. അവൻ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. തീ കൂട്ടിയത് കൊണ്ട്, വിറവ് പെറുക്കിയിട്ടത് കൊണ്ട്, തീ ആളി കത്തിയത് കൊണ്ട് അതിനെ കുടയാനിടയായി. തീ ഉണ്ടോ? ചില ക്ഷുദ്രജീവികൾ വീഴാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ തീ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ ചിലത് വീണ് കരിയാൻ പോകുകയാണ്. 28-ാം അധ്യായത്തിൽ വായിച്ച് ഞാൻ ദൂത് നിർത്തുകയാണ്. ആമേൻ. 15-ാമത്തെ വാക്യം, പിന്നെ ഞങ്ങൾ റോമിൽ എത്തി. പിന്നെ ഞങ്ങൾ റോമിൽ എത്തി. അപ്പൊ എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ, സ്തോത്രം, അതിന് പ്രാർത്ഥനയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടെങ്കിൽ എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിക്കും. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാം. അവരെത്തി. അവിടെ ബർബരന്മാർ സാധാരണ ദയ കാണിച്ചു. പ്രശ്നമുണ്ടായി. അവിടെയൊക്കെ ദൈവം വിടുവിച്ചു. അത് 28-ാം അധ്യായത്തിൽ ഒരു രണ്ടുകൂട്ട കാര്യം പറയാം. വിറവ് പെറുക്കി തീയിലിട്ടു. അണലി ചൂട് നിമിത്തം പുറത്തു വന്നു. അവന്റെ കൈക്ക് പറ്റി. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ 3-4 കാര്യം പറയുന്നുണ്ട്. ചൂട് കൂടിയപ്പോൾ, തീ കത്തിയപ്പോൾ സംഭവിച്ചത്, ഒന്ന്, അവരുടെ തണുപ്പ് മാറി. തണുത്ത് വിറച്ച് അവിടെ ചെന്നത്. ചൂട് കിട്ടിയപ്പോൾ തണുപ്പ് മാറി. തണുപ്പ് മാറണമെങ്കിൽ ചൂട് അനുഭവിക്കണം. ഏത് ചൂട്? പരിശുദ്ധാത്മാവിന്റെ ചൂട്, അഭിഷേകത്തിന്റെ തീ അകത്ത് വന്നാൽ ആത്മീയ മടുപ്പ് മാറും, ആത്മീയ തളർച്ച മാറും, ഉറക്കം മാറും, ക്ഷീണം മാറും. മാറണമെങ്കിൽ ഒന്ന്, തണുപ്പ് മാറണമോ? തീ കത്തണം. 2, അണലിയെ കുടഞ്ഞു കളയാം. 3, ദൈവത്തിന് സ്തോത്രം, ഇവനൊരു കുലപാതകൻ എന്ന് പറഞ്ഞ് അവനെ സംശയിച്ചു. ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല. അപ്പോ സംശയം മാറണമെങ്കിൽ തീ കത്തണം. ദൈവത്തിന് സ്തോത്രം. സംശയമുള്ള ഒത്തിരി പേരുണ്ട്. ഇന്ന് പല കുടുംബങ്ങളും സംശയ നിമിത്തം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം, ഭർത്താവിന് ഭാര്യയെ സംശയം, പിള്ളേരെ സംശയം. മുഴുവൻ പോരാട്ടങ്ങളാണ്, വീടുകളിൽ പ്രശ്നങ്ങളാണ്, കുടുംബങ്ങളിൽ കലാപങ്ങളാണ്. പക്ഷേ സംശയം മാറണമെങ്കിൽ തീ കത്തിയേ പറ്റൂ. തീ കത്തിയപ്പോൾ സംശയം മാറി. അടുത്തത്, അവിടെ സൗഖ്യമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓടിച്ചു പറയുകയാണ്, സൗഖ്യമുണ്ടായി. 5, കൊലപാതകൻ എന്ന് പറഞ്ഞ ആള് ആരാണെന്ന് അവിടെ തെളിയിച്ചു. ആദ്യം കൊലപാതകനാന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് മനസ്സിലായി ഇവനൊരു ദേവനാണ്, ഒരു ദേവനാണ്. ദൈവത്തിന് സ്തോത്രം. താഴോട്ട് വായിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും? ഭാരപ്പെട്ടിരിക്കുമ്പോൾ
രാവിലെ പൗലോസ് നടക്കാൻ പോയതായിരിക്കും. പോകുമ്പോൾ ഒരു അശ്വനി ചിഹ്നമുള്ള അലക്സാന്ദ്രിയൻ കപ്പൽ ഇങ്ങനെ കിടക്കുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോവുക? അവർ പറഞ്ഞു, ഞങ്ങൾ തണുപ്പ് ശീതോ നിമിത്തം കപ്പൽ ഓടിക്കാൻ കഴിയാതെ ഞങ്ങൾ ഇവിടെ കിടക്കുകയാണ്. പക്ഷെ അതല്ല, പൗലൂസിനെ റോമിലെത്തിക്കേണ്ട കപ്പൽ ഒരുങ്ങി കിടക്കുക. കേറിയ വണ്ടി പൊളിഞ്ഞു പോയാലും അടുത്തൊരു വണ്ടി ഒരുക്കിയിട്ടിട്ടുണ്ട്. ആഗ്രഹിച്ച സ്ഥാനത്തെത്തിക്കാൻ തടസ്സങ്ങൾ പലതുണ്ടെങ്കിലും അത്ഭുതകരമായി വഴി തുറക്കാൻ ദൈവശക്തനാണ്. ഇന്ന് രാത്രി സമയം ദൈവവചന മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു ദൈവ പ്രവൃത്തി ആഴത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. വൈഡപ്രമാലകസി അതര അക്ഷയോട് ദൈവാത്മ പറയുന്നു, ചില ചോദ്യചിഹ്നങ്ങൾ